ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ പറയുന്നത് വെച്ചെങ്കിൽ കൂട്ടാൻ പണിയാണ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ തിക്കും തിരക്കൂല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഉച്ചക്കത്തെ കൂട്ടാൻ പണി തൊട്ടിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇക്കാടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ചില്ലറ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കൊന്ന് പോയിട്ടില്ല, എന്ന് ഉണ്ണിമോള് സ്കൂളിലേക്ക് പോകണ്ടേ, ഒപ്പിടാനൊക്കെ പോകണം. അപ്പോൾ ഞാനൊന്ന് പോകുന്നുണ്ട് കേട്ടോ ഇക്കാടെ കൂടെ. അപ്പോൾ കൂട്ടാൻ മീൻ പൊരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്, മീൻ പൊരിക്കുകയാണ്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇക്ക ഇവിടെ നാളെ കളക്ഷന് പോകാനുള്ള സംഭവങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ എന്താന്ന് കൂട്ടാൻ വെച്ചെങ്കിൽ മീനാണ് കേട്ടോ, കേരയാണ് മേടിച്ചേക്കണ്. അങ്ങനെ കേര കിട്ടിയത്. ചൂടപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ചൂടപ്പൊടി മേടിച്ചതിന് എനിക്ക് ഭയങ്കര പണിയല്ലേ വെച്ചിട്ടൊക്കെ എളുപ്പപ്പണിയാക്കിയിട്ട് മേടിച്ചതായിട്ടൊക്കെ. പിന്നെ സ്കൂളിലേക്കൊക്കെ പോകണ്ടേ ഉപ്പിടാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് നന്നാക്കാനൊക്കെ പാടല്ലേ വെച്ചിട്ടൊക്കെ, എന്താ സ്നേഹമല്ലേ. അപ്പോൾ അങ്ങനെ കേര നന്നാക്കിയിട്ട് തന്നെ തന്നു കേട്ടോ വിജയേട്ടൻ. ഞങ്ങൾ വിജയേട്ടൻ്റെക്ക് നിന്ന് വാങ്ങും. പിന്നെ രണ്ട് മീൻകാരുണ്ട്, റാഫിക്കുണ്ട്, പിന്നെ വിജയേട്ടുണ്ട്. ഇവർ രണ്ടാളും മീൻകാരന്മാരാട്ടോ ഞങ്ങൾ മേടിക്കുക, അവരേക്ക് നിന്നേ വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ അവരൊക്കെ റെഡിയാക്കി തന്നു. അപ്പോൾ കുറച്ച് പൊരിക്കുകയൊക്കെ ചെയ്തു. പൊരിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂട്ടാൻ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഒന്ന് അടിപൊളിയായിട്ട് നാളികേരപ്പാലൊക്കെ ഒന്ന് ഒഴിക്കണമെന്നൊക്കെ ചോദിച്ചിക്കാട്. അപ്പോൾ ഇക്കാക്ക് ഈ നാളികേരം ഇട്ടിട്ടുള്ള കൂട്ടാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിക്ക് ഞാൻ നാളികേരമൊക്കെ വറുത്തരച്ചിട്ടാണ് മുട്ടക്കറി വെച്ച്. അപ്പോൾ അപ്പോഴും നാളികേരം, പിന്നെ കൂട്ടാലിക്ക് നാളികേരം നമുക്ക് കിട്ടാറൊന്നുമില്ലല്ലോ. അത് കാരണം ഇപ്പോൾ അല്ലെങ്കിൽ ഇക്കാക്ക് ഇഷ്ടമല്ല കേട്ടോ നാളികേരമൊന്നും ഒഴിക്കണത്. അപ്പോൾ ഒരു പുളിഞ്ചാറ് മാതിരി പുളി കുറച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ കൂട്ടാൻ വെച്ചേക്കണ്. കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ച് പിന്നെ ഇത്തിരി വെള്ളം ഒഴിക്കുക ചെയ്തത്. അങ്ങനെ കൂട്ടാൻ സെറ്റായി. അപ്പോൾ ഉണ്ട് ഇക്കാക്ക് ഒരു പൂതി. ഇക്കാടത്ത് ഞാൻ ആ കൂട്ടാൻ തിളയ്ക്കണ വരെ ഒന്ന് പോയിരുന്നു കേട്ടോ. ഇക്ക സിനിമ കാണുകയാണ്, RRR കാണാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഇക്കാടെ അടുത്തൊന്ന് പോയിരുന്നിട്ട്, ഇക്കാടെ അടുത്തിപ്പോൾ ഞാൻ പറഞ്ഞ റൊമാൻറ്റിക് ഒന്നല്ല കേട്ടോ ഗേസ്. ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഇക്കാക്ക് ഈ മറ്റേ കുക്കുംബർ ഇതൊക്കെ ഇട്ടിട്ടൊരു സലാഡ് ഉണ്ടാക്കിയാലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സബോള ഇല്ല, തക്കാളി ഇല്ല, കുക്കുംബർ ഇല്ല, ക്യാരറ്റ് ഇല്ല പറഞ്ഞപ്പോൾ എന്തൊക്കെ ഉള്ളത് ഇല്ലാത്തൊക്കെ പറയുക, പോയി മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ കുക്കുംബർ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ ലിപ്പ് കണ്ടാൽ മനസ്സിലാവൂലേ. അപ്പോൾ കയ്യിൽ പൈസയും പിടിച്ചിട്ട് ആൾ നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കടയ്ക്കൊക്കെ പോയി. ഇവിടെ ഉണ്ട് വെച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ പൂതികൾ ആൾക്ക്. കൂട്ടാൻ നോക്കിയേ തിളച്ച് കൊന്തി വരുന്നുണ്ട്. കൂട്ടാൻ നന്നായി വെറ്റിയിട്ടാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടാൻ വെച്ചത്. അങ്ങനെ കുഞ്ഞോളിൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്നെ നോക്കുകയാണേ. അവൾ എപ്പോഴും അതെ, രാവിലെ നീച്ച് കഴിഞ്ഞാൽ എന്താ ഉമ്മച്ചി ചായക്ക് കടിയെന്നല്ലേ നമ്മൾ കുട്ടികളൊക്കെ ചോദിക്കുക. ഇവിടെ നേരെ തിരിച്ചാട്ടാ, എന്താ കൂട്ടാന്നാ ചോദിക്കുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ചെറുത്. നീച്ച് വന്ന് പല്ലൊക്കെ തേച്ച് മുറുകി വന്ന് കഴിഞ്ഞാൽ ഉമ്മച്ചി എന്താ കൂട്ടാന്നാ ചോദിക്കുക. അപ്പോൾ അങ്ങോട്ട് ചിരിയെ വരും. ഇവിടെ എന്നും അതേട്ടാ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഉപ്പാടൊക്കെ പറയുമ്പോൾ ഉപ്പൊക്കെ നല്ല ചിരിയാട്ടാ. അപ്പോൾ അവൾക്ക് കൂട്ടാനെ മെയിനായിട്ട് നോക്കുക അവൾ. അതാണ് എന്താ ചായക്ക് കടിയെന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൾക്ക് ഇപ്പോൾ എന്നോട് വന്നിട്ട് സ്കൂൾ വിട്ട് അല്ല മദ്രസ വിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉമ്മച്ചി ഇന്ന് എന്തായിരുന്നു ഉച്ചയ്ക്ക് കൂട്ടാനെ അവൾക്ക് അറിയേണ്ടത്. അങ്ങനെ അവൾ കൂട്ടാൻ്റെ കാര്യമൊക്കെ അവൾക്ക് അറിയണം. അപ്പോൾ ഇന്നിങ്ങനെ നോക്കുക, ഞാൻ വോയിസിൽ ഇങ്ങനെ പറയുമ്പോൾ മീൻ കൂട്ടാനാണ് എന്നൊക്കെ, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൾ ഇന്നിങ്ങനെ നോക്കുകയാണ്. അവൾ ഇന്ന് എഴുതുക, സ്കൂളിലത്തെ ഇങ്ങനെ എഴുതി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സലാഡ് ഉണ്ടാക്കുകയാണ്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ നന്നായി ചെറുതാക്കി കറി, അതിനനുസരിച്ചുള്ള വലിയ പാത്രമല്ലേ, കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സലാഡ്, കണ്ടില്ലേ വലിയൊരു ചെമ്പ കൊടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. സലാഡ് നല്ലതല്ലേ, നമ്മുടെ ഭക്ഷണത്തിലൂടെ ചോറ് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എന്താ വെച്ചിങ്ങനെ നമ്മുടെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോവും. ഇങ്ങനത്തെ ക്യാരറ്റ്, തക്കാളി, സബോളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തായി, എല്ലാ പണിയും കഴിഞ്ഞു. ആകെ നനഞ്ഞ് പിണ്ടിയായിട്ടാണ് ഞാൻ വന്നിരിക്കണത്. എനിക്ക് ഇരിക്കാനൊരു ഇതില്ല. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണതിൻ്റെ ഒരു സുഖം വേറെയാണ് ഇല്ലേ. അപ്പോൾ എപ്പോഴും അതട്ടെ, ഞാൻ കച്ചവടത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെ വരുന്നുണ്ട് വെച്ചിങ്ങനെ ഞാൻ വന്നിട്ടേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയും ഈ കഴിച്ചോ, ഞാൻ ചോറ് കഴിച്ചിട്ട് കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഫോൺ വിളിക്കും. അല്ലെങ്കിൽ ഒരുമിച്ചായിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്, റെഡിയായി ഉണ്ണിമോൾ സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എന്താ വെച്ചിങ്ങനെ മഴ പെയ്യോ ഒക്കെ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ബെൻസിൽ പോയാലോ എന്ന്. ബെൻസ് പറയുന്നത് വേറെ ഒന്നും അല്ല കേട്ടാ, ഞങ്ങളുടെ പെട്ടി വണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല കേട്ടാ പറഞ്ഞുട്ടാ. എന്നാൽ മഴ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ബൈക്കിൽ പോകാനാണ് ഇഷ്ടം.
അപ്പോൾ എന്താ കയ്യിലെടുത്ത് വെച്ചിങ്ങനെ കുഞ്ഞോളൊരു പാർസൽ ഉണ്ടായിരുന്നു. സ്വർണ്ണമൊന്നുമല്ല കേട്ടോ, മറ്റേ റോൾഡ് ഗോൾഡ് ഈ ഗ്യാരണ്ടി. അപ്പോൾ സ്വർണ്ണമൊന്നും ഇപ്പോൾ പ്രാവശ്യം മേടിക്കാൻ ഒന്നാമത് കാശുമില്ല. മേടിക്കാന്ന് വെച്ചിങ്ങനെ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ അത് പൊട്ടിയിട്ടിരിക്കുക. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അതൊന്ന് കൈ പിടിച്ചു കിട്ടാം. അപ്പോൾ നല്ല വെയിലാണ്, നല്ല വൈബും ഉണ്ട് കാണാൻ. അപ്പോൾ ഇങ്ങോട്ട് പോയി വിരിപ്പാക്ക സ്ഥലത്ത് ഒരു പാടമൊക്കെ ഉണ്ട്, പച്ചപ്പ് പോലെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ അന്നും ഞാൻ വീഡിയോ എടുത്തു, ഇന്നും വീഡിയോ എടുത്തു കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നല്ല രസമുണ്ടല്ലേ ഒരു പച്ചപ്പ് കാണാനായിട്ട്. അങ്ങനെ എന്തായി, പച്ചപ്പൊക്കെ കണ്ട് നമ്മൾ എവിടെ എത്തി, സ്കൂളിലെത്തി. ഇക്കാടെ ഫോൺ വെച്ചേക്കണത് അരയിൽ ബാഗിലാട്ടോ. അതാണ് ഇങ്ങനെ ഷർട്ട് പൊക്കിയിട്ട് ബാഗിൽ ഇങ്ങനെ കയ്യിരുന്നത്. അപ്പോൾ അവളെ കൂട്ടുകാരി ആട്ടോ, അവളെ കൂട്ടുകാരി പേരെന്തോ അവിടെ പറഞ്ഞു, ഞാൻ മറന്നുപോയി. ചെന്ന വശം തന്നെ ഒപ്പിടലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്രോഗ്രസ് കാർഡ് കിട്ടി. അപ്പോൾ അതിലൊക്കെ ഒന്ന് ഇക്കന്നെ ഒപ്പിട്ട്, എല്ലാവരും ഇക്കന്നെയാണ് കേട്ടോ ഒപ്പിട്ടത്. അപ്പോൾ ഉണ്ണിമോൾക്ക് കിട്ടിയത് കണ്ടില്ലേ, ബാഡ്ജ് ഇതാ ഉള്ള നെഞ്ഞത്ത് തന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ടൊന്നല്ല കേട്ടോ കുത്തി കൊടുത്തത്, അസംബ്ലിക്ക് HM തന്നെ കുത്തി കൊടുത്തു. അപ്പോൾ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ള കൂട്ടുകാരികളൊക്കെയാണ് ഇവരൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയിട്ട് വീഡിയോ എടുക്കാൻ, എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രൈം ബ്രാഞ്ച് DYSP ബിജോയ് സാറൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറേ വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ അതിൻ്റെ മുന്നിലിരിക്കണത്. ഐഷ, പിന്നെ റംഷീന, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടു. എനിക്കൊന്നും അവരോട് ശരിക്കും വർത്താനൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ ബാക്കിലായിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ മീറ്റിങ്ങിന് വന്നേക്കല്ലേ, അപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ കുട്ടികൾ രണ്ടാളും സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട്. അപ്പോൾ വേഗം ഇങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കുന്ന് ഞാൻ പറഞ്ഞു നമുക്ക് പോവുക, മഴ പെയ്യുന്നുണ്ട്, മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് പറഞ്ഞിട്ടേ ആള് ഒരു നൈസായിട്ട് ഒറ്റ പോക്ക് കിട്ടാ. എന്നിട്ട് അടിയിൽ പോയി എന്നിട്ട് എന്നെ ഫോൺ വിളിക്കുക, വായോ ഞാൻ നൈസായിട്ട് മുങ്ങിയതാ, ഈ വായോ പറഞ്ഞിട്ടുണ്ട് വിളിക്കുന്നു. എന്താ മുതലെന്നറിയോ. എന്നിട്ട് വന്നപ്പോൾ ഭയങ്കര ചിരി. അപ്പോൾ ഇതാണ് അവളെ സെമ്പേഴ്സ് സ്കൂൾ. കണ്ടിട്ടൊക്കെ ഉണ്ടാവും, ഒരുപാട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട് കേട്ടോ. മുബഷിറ പറഞ്ഞൊരു കുട്ടിയുണ്ട്, ഉണ്ണിമോളുടെ ക്ലാസ് ഫ്രണ്ടാണ്, അവൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകൾ, ഉണ്ണിമോളുടെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഉപ്പൊക്കെ ഇട്ട് ഉപ്പിടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വണ്ടിയിൽ ഇങ്ങനെ പോരും. മഴ ചാറിയിരുന്നു കേട്ടോ. അപ്പോൾ പറയാം നമുക്ക് ബെൻസ് എടുക്കാമെന്ന് പറഞ്ഞതല്ലേ ഇതൊക്കെ പറയുകയാണേ. ഞാൻ ബെൻസ് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും എവിടേക്ക് പോകുമ്പോഴുണ്ടോ ഒരു പെട്ടി വണ്ടി. അങ്ങനെ എവിടെ എത്തി, കുഞ്ഞുള്ള മാലല്ല പാൽസരം മാറ്റാനായിട്ട് കയറി, പാൽസരമൊക്കെ എടുത്തു. പിന്നെ ബിഗ് കേക്കിലൊക്കെ കയറി. ഒരു പോക്കറ്റ് ഷവർമ എന്തൊക്കെ ഷവർമ്മയൊക്കെ പോക്കറ്റ് ഷവർമ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കണത്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇക്ക കഴിച്ചിട്ടില്ല, കുട്ടികൾ ആരും ഈ പോക്കറ്റ് ഷവർമ കഴിച്ചിട്ടില്ല. അപ്പോൾ അതും മേടിച്ചു. ഉണ്ണിമോളാട്ടാ പോയത് മേടിക്കാൻ. ഞാൻ വെച്ചെങ്കിൽ മുട്ട പപ്സേ വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തി. എനിക്ക് മുട്ട പപ്സ് ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ ഇക്ക വന്ന വശം ആ ഷർട്ട് ഊരിയിട്ടില്ല, മുണ്ട് ഊരിയിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അതൊന്ന് ഊര് പറയണേ. അപ്പോൾ ഉണ്ണിമോൾക്ക് ഞാൻ ഇന്ന് ചപ്പാത്തിയാണ് കൊടുത്തേച്ചത്. അപ്പോൾ അവൾ നോക്കിയേ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചോറ് എടുത്ത് തിന്നേ പറഞ്ഞപ്പോൾ അവൾ അത്ര പോകുന്ന പഴം എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അവൾക്ക് ചോറ് ഭയങ്കര അലർജിയാണ്. അപ്പോൾ അത് മര്യാദയ്ക്ക് അത് അപ്പടി കഴിച്ചു. അന്ന് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്, കളയാൻ പറ്റില്ല എന്നൊക്കെ പറയാട്ടാ. അപ്പോൾ അങ്ങനെ എന്നത് ഇട്ട് പോകണോ, ഈ ബാഡ്ജ് കുത്തി പോകണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഇട്ട് പോകണത്രേ അത് കുത്തിയിട്ട്. അപ്പോൾ അങ്ങനെ അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ മേടിച്ച് കൊടുക്കണം. അങ്ങനെ ഇന്നലത്തെ വീഡിയോയിലേക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചെടി കുഴിച്ചിടുക എന്നിങ്ങനെ പറയണില്ലേ. അപ്പം എൻ്റെ ഉമ്മ ഒന്ന് വിളിച്ചിട്ട് പറയുന്നു, ഈ എന്താ ചെടി കുഴിച്ചിടുക എന്നിങ്ങനെ പറയണേ, ചെടി നടുക എന്ന് പറഞ്ഞൂടെ, ഉമ്മ അങ്ങനെ ചെടി നട്ട് കഴിഞ്ഞാൽ വേഗം ഉണ്ടാവും അങ്ങനെ പറഞ്ഞൂടെ എന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞൊക്കെ എങ്ങനെ പറയേണ്ടത് പോലും അറിയണില്ലേ. കുഴിച്ചിടുക എന്ന് വരിക, എന്താ ചെയ്യുക. എന്നിട്ട് ഉമ്മ ചിരിക്കന്നെ എനിക്ക്. എന്നിട്ട് അയ്യോ അങ്ങനെ പറയണ്ടില്ലേ, ഞാൻ എന്താ അങ്ങനെ പറഞ്ഞ് അന്തക്കേട്. അപ്പോഴും അന്തക്കേട് എന്നെ കാട്ടിക്കൂട്ടിലിട്ടാ. ഒക്കെ കുറേയൊക്കെ അന്തക്കേട് കാട്ടിക്കൂട്ടും, എന്താ ചെയ്യുക. അപ്പോൾ അവൾക്കത് കഴിക്കാണ്ട് ഒരു നിലാതില്ല കേട്ടോ. അപ്പോൾ അവർ വരട്ടടി, കുഞ്ഞോളും പൈസയൊക്കെ വരട്ടെ എന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ അങ്ങനെ പാൽച്ചായ റെഡിയായി. പിന്നെ ഇന്നലെ മൈക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് റിട്ടേൺ എന്നെ അങ്ങോട്ട് കൊടുത്തുട്ടാ. എന്താ വെച്ചാൽ ഒരു കിണ അറിയണില്ല, എന്താ ചെയ്യണ്ടേ, ഒന്നും അറിയണില്ല കേട്ടാ. അപ്പോൾ ഇനി അത് റിട്ടേൺ തന്നെ കുറച്ച് എൻ്റെ മൂത്തുമാടെ മോനെ കൊണ്ട് നോക്കിച്ചു. പിന്നെ കുറേ ഗുസ്തി പിടിച്ച് നോക്കി, യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ച് നോക്കി, ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല.
അപ്പോൾ എന്തായി അത് അങ്ങോട്ട് കൊടുത്തു. ഇനി ഇപ്പോൾ വേറെ എന്തെങ്കിലും മേടിക്കണം, നോക്കിയിട്ട് മേടിക്കുക. അങ്ങനെ പിള്ളേർ രണ്ടാളും എത്തി. അവനും പരീക്ഷ പേപ്പർ കിട്ടിയിട്ടാണ്. അപ്പോൾ അവനും അത്യാവശ്യം വലിയ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല എന്നങ്ങോട്ട് പറയാം. അവന് കളി കൂടുതലാട്ടാ. ആൺപിള്ളേർക്ക് അല്ലെങ്കിലും കളിയാണ് പ്രധാനം. അവന് എന്തെങ്കിലും മെക്കാനിക്കിൻ്റെ എന്തെങ്കിലും കൊടുത്തു വയ്ക്കുക, അത് അയച്ചങ്ങോട്ട് റിപ്പയർ ചെയ്തിട്ട് നല്ല വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ആക്കി തരും അവൻ. അതിന് ഭയങ്കര മിടുക്കനാട്ടാ. അപ്പോൾ അവൾ ബാഡ്ജൊക്കെ കിട്ടിയത് രണ്ടാൾക്കും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ കഴിക്കുന്നുണ്ട്. ചായ ഇല്ലേ, ചായ കാട്ട് പറയുക. ചെറിയ കുട്ടിയാട്ടെ, ഏറ്റവും ചെറിയ കുട്ടിക്കാണ് ചായ കാട്ട് പറഞ്ഞിട്ട് ഓളിയിടുക. കുട്ടികളല്ലേ തിക്കുന്നതായിരിക്കും കൂട്ടുന്നത്, നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് രണ്ടാൾക്കുള്ള ചായ ഞാൻ വെള്ളത്തിൽ വെച്ചേക്കാണ്. പിന്നെ ഉണ്ണിമോൾക്ക് പിന്നെ പാൽ ചായ ഇത്തിരി കുടിക്കടി, ഒരു തുള്ളി കുടിച്ചു നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ചായ വേണ്ട അത്ര. അപ്പോൾ അങ്ങനെ അവളത് മാത്രം ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചെറിയ കുട്ടിക്ക് ഞാൻ ചായ കൊണ്ടുകൊടുക്കാൻ പോവാട്ടാ. അപ്പോൾ ചായ ചങ്കിന്ന് ഇറങ്ങണില്ലേ, എനിക്കത് ആദ്യമായിട്ടാണ് കഴിക്കണത്. ഞാനും അങ്ങനെ ആദ്യമായിട്ടാണ് കഴിക്കണത്. അപ്പോൾ അവരൊക്കെ ഇന്ന് കഴിക്കുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്, ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, കഴിക്കുന്നില്ലെങ്കിൽ ഒന്ന് മേടിച്ച് കഴിച്ച് നോക്ക്, സൂപ്പറാണ് കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അനിയത്തിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നാലും ആദ്യമായിട്ടാണ് ഒന്ന് കഴിക്കണത്. അപ്പോൾ ഞാൻ കുഞ്ഞോൾക്ക് പാൽസരൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പഠിച്ചോനെ എന്നാണ് ഇതിനൊക്കെ സ്വർണ്ണ പാത്രം മേടിച്ച് കൊടുക്കാൻ പറ്റുക? എന്താ വെച്ചിങ്ങനെ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ. എങ്ങനെയല്ലേ കല്യാണമൊക്കെ ഇപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് അവരൊക്കെ എങ്ങനെയാണാവോ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? എന്താ വില വെച്ചിട്ടാ. അങ്ങനെയൊക്കെയാണ് സ്വർണ്ണത്തിൻ്റെ വില, ഇങ്ങനെ കുതിച്ച് കുതിച്ച് കയറുക. അങ്ങനെ ഈ നിലയ്ക്ക് സ്വർണ്ണത്തിന് വില കൂടി കഴിഞ്ഞാൽ എന്താ ചെയ്യാല്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ കഴിച്ച് എന്തായാലും പെയിൻറ്റ് പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കുറി കിട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ സ്വർണ്ണത്തിൻ്റെ വില ഒന്ന് കുറച്ച് കുറഞ്ഞാൽ മതിയായിരുന്നു എന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോളേട്ടാ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുക വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളോട്ടെ പറയാൻ. പിന്നെ എന്താണ്, പൈസയുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, നന്നായി പഠിക്കിட்ட പൈസ, നന്നായി മാർക്ക് മേടിക്കുക. മീറ്റിങ്ങിന് വരുമ്പോൾ ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ ഉമ്മച്ചിക്ക് വിഷമാവും, ദേഷ്യം വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.